അമ്മായി, മഹേഷിന് സുഖമാണോ? ഒരു കുറവുമില്ല. കഷായം കൊണ്ടുവന്നിട്ടുണ്ട്. രാത്രിയൊക്കെ അവൻ വേദന കൊണ്ട് കറിയായിരുന്നു. വെളുപ്പിനാവൻ ഉറങ്ങിയത്. ഇപ്പോഴാ അവൻ എഴുന്നേറ്റത്. അവന്റെ സമയം ശരിയല്ല, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ശരി പോ, അവൻ അകത്തുണ്ട്. മോള് പോയി അവന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്ക്. എന്റെ ദൈവമേ, ഗായത്രി, എന്താടാ നീ നന്നാവില്ല ഒരിക്കലും. രാത്രി എത്ര അടിയാ നീ വാങ്ങിയത്? പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എണീറ്റ് പല്ല് തെച്ചിട്ടെ ഈ കഷായം ഒന്ന് കുടിക്ക. അവിടെ വെച്ചിട്ട് പോയിക്കോ. നിന്റെ ബുദ്ധി എന്താടാ ഇങ്ങനെ? എണീറ്റ് പോയി പല്ല് തെച്ചിട്ട് വാ. എന്ത് ബുക്കായിരിക്കും അത്? ഇതൊക്കെയാണോ ഇവൻ വായിക്കുന്നത്? കഷായം വെച്ചിട്ടുണ്ട്, കുടിക്ക്. ഞാൻ പോവാ. എവിടെ പോയത്? അയ്യോ, ബുക്ക് കാണുന്നില്ലല്ലോ. ഗായത്രിയെ കാണുന്നില്ലല്ലോ. ചിലപ്പം ബാത്റൂമിലായിരിക്കുമോ?
നോക്കിക്കളയാം. അയ്യോ, അവള് വരുന്നുണ്ടല്ലോ. ശ്ശോ. അയ്യോ, മഹേഷ് പുറത്തേക്ക് വാ. നിനക്ക് എന്താണ് പ്രശ്നം? എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ആ ബുക്ക് എടുത്തോണ്ട് വന്നില്ലേ, അത് വാങ്ങാൻ വന്നതാ. അതൊക്കെ ഞാൻ കത്തിച്ചു കളഞ്ഞു. പോ. പോന്നല്ലേ പറഞ്ഞത്. ദേ ഗായത്രി, നോക്ക്. ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ജാതകം നോക്കാതെ ജീവിതകാലം മുഴുവൻ നിന്നെ സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ അവനാണ് ആൺകുട്ടി എന്ന് പറഞ്ഞില്ലേ. ഞാൻ ആൺകുട്ടിയാ ഗായത്രി. ഞാൻ ഇപ്പൊ പറയുന്നു, നിന്നെ എനിക്ക് ഇഷ്ടമാണ്. ജാതകത്തിലൊന്നും എനിക്ക് ഒരു വിശ്വാസമില്ല. നിന്നെ ഞാൻ സംരക്ഷിക്കും ഗായത്രി. ഒന്നുകൂടി പറയുന്നു, ഐ ലവ് യു ഗായത്രി. അതൊരിക്കലും പറ്റില്ല മഹേഷ്. നിന്നെ കൊണ്ട് ഇത് ഞാൻ സമ്മതിപ്പിക്കാതെ വിടത്തില്ല ഗായത്രി. ഞാൻ പോവാ. എനിക്ക് നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പോണം. വരാൻ പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. ആരാ? കുമാരാണോ? ഓ, സുഗുണനായിരുന്നോ? അമ്പടി മഹാഭാവി, ആരാടി ഈ കുമാറും സുഗുണനും? നിനക്കറിയാത്ത ഏത് കുമാർ ഏത് സുഗുണൻ? വെറുതെ ഞാനൊരു തമാശ കളിച്ചല്ലേ. തമാശയായിരുന്നല്ലേ, ഒരു നിമിഷത്തിൽ എന്നെ ചങ്ക പൊടിഞ്ഞു പോയത്. അറിയാം നിനക്ക്? എന്താ എത്ര ദിവസം വെച്ചാ ഇങ്ങനെ തൊട്ടൊരുമി നിൽക്കുന്നേ? അടുത്ത ഘട്ടത്തിലേക്ക് പോകണ്ടേ നമുക്ക്? അയ്യേ, എന്തോന്ന് അയ്യേ? ഇന്ന് എന്തായാലും നിനക്ക് എന്നെ പറ്റിക്കാനേ കഴിയില്ല. ആരെങ്കിലും കാണുന്നേ? ആര് വന്ന് കാണാനാ? ഒരു തെണ്ടിയും വരില്ലെന്നേ. ഇതാ നോക്ക്, നിനക്ക് വേണ്ടി ഞാൻ മുല്ലപ്പൂ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുക. എന്തുവാടി, മുടിയൊന്നും ഇല്ലേ? എല്ലാം പോയാ? ഇവിടെ വേണ്ട, വാ നമുക്ക് അങ്ങോട്ട് പോവാം. പതുക്കെ. ആ ആ നോക്ക്. ആരാടാ അത് പട്ടാപ്പകല് തോട്ടത്തില്? നിക്ക്, ഇന്ന് നിന്നെ ഞാൻ വിടാൻ പോകുന്നില്ല. ആര് കണ്ടാലും ശരി, കച്ചേരി നടത്തിയേ ഞാൻ അടങ്ങും. വാടാ, ഫ്രീ ഷോ കാണണോ? വന്ന് കാണാ. നീ വാടി. എവിടെ പോയിട്ട് വരുവാ നീ? അല്ല, കൂട്ടുകാരൻ്റെ അടുത്ത് ബുക്ക് മേടിക്കാൻ പോയതാ. ഞാൻ അടുത്ത് വാ. ഒന്ന് ഊതിയേ. ഞാൻ അടുത്ത് വാ. അതെ, ഒരിക്കലും തെറ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അങ്ങനെ തന്നെ ആവണമെന്നുണ്ടോ? പല കഴിവർ, ഒരക്ഷരം മിണ്ടരുത്. മനസ്സിലേ ആ പേടി എപ്പോഴും ഉണ്ടാവണം. വീണ്ടും ആ തെറ്റങ്ങാണം ചെയ്താ അടിച്ചു കൊന്നതാ അവിടെ കെട്ടിത്തൂക്കും. ഇത് ഓർമ്മയിലിരിക്കട്ടെ. ഗായത്രിയുടെ വീട്ടിൽ എന്താ ഒരു ശബ്ദം? ആ, അവന്റെ ആ ഗുണ്ട മുറച്ചക്കനില്ലേ, അവൾക്ക് അവനെ ഇഷ്ടപ്പെട്ടു.
ഉറപ്പിക്കാൻ വന്നിരിക്കാ. എന്തോ ഉറപ്പിക്കാൻ വന്നു? അതെ, നിക്കുന്നേ. നിങ്ങൾ എങ്ങോട്ടേക്കാ പോകുന്നത്? അവളെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ അവൻ വന്നിരിക്കുന്നത്. വിട്ടേക്ക്. ഇതൊക്കെ അവരുടെ കാര്യം. നമുക്ക് പറയാനല്ലേ പറ്റൂ. ഈ പെണ്ണിന് എന്താ പറ്റിയത്? ശരി, ഞാൻ പോവാ. ഉം. നീ അകത്തേക്ക് വാ. എന്റെ ചക്കരെ, നീ സമ്മതിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. എന്നാ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നിന്റെ കൈകൊണ്ട് വിഷം തന്നാൽ തന്നെ തേന് പോലെ ഇനിക്കും. പിന്നെ ഈ ചായയെക്കുറിച്ച് പറയണോ? ദേവാമൃതം പോലെ ഉണ്ടടി. ഞാൻ എന്തായാലും ഭാഗ്യവാനാ. എന്താ അമ്മായി, ശരിയല്ലേ? അതെ, തത്തമ്മയെ വളർത്ത് കൊരങ്ങന്റെ കൈ കൊടുത്ത പോലെയുണ്ട്. ആ അമ്മായിയുടെ തമാശ കൊള്ള. അമ്മായിയുടെ മോക്ക് എന്നെ ഇഷ്ടമായി, എനിക്കാണെങ്കിൽ അവളെ ഇഷ്ടമാണ്. നമുക്ക് എന്തായാലും നാളെ തന്നെ കല്യാണം നടത്തിയേക്കാം. ആ അമ്മായി ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോ. എന്നാ വരട്ടെ അമ്മായി. ചക്കരെ വരട്ടെ. മോന്ത കണ്ടച്ചാ മതി.